ഈ കൊച്ചു വെള്ളം ഇവിടെ കിടക്കുന്ന കണ്ടോ? അത് എവിടെയാ? പമ്പയാറിൻ്റെ തീരത്ത്. ഞങ്ങളുടെ ഈ പമ്പയാർ, പമ്പാ സരസ് എന്ന പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന പമ്പയാർ ശബരിമലയിൽ നിന്നാണ് ഉത്ഭവം. അത് വെള്ളം അല്പം കുറവാണ്. ഇപ്പം ഇവിടെയൊക്കെ മണൽത്തിട്ടയാണ്. ഇവിടെയൊക്കെ വെള്ളം നിറയും മഴക്കാലത്ത്. പക്ഷെ ഇത് ആണ് ആ കടവ്. ഒരു കടവാണ്, പഴയ കടവാണ്. പണ്ട് മണൽവാരൽ നിരോധിക്കുന്നതിന് മുമ്പ് ഈ കടവിൽ വന്നാണ് മണലൊക്കെ വാരിക്കൊണ്ടിരുന്നത്. അത് കോൺട്രാക്റ്റ് കൊടുക്കുന്നവർ കോൺട്രാക്റ്റ് എടുത്ത് മണൽ വാരിക്കൊണ്ട് പോകുന്ന രീതിയായിരുന്നു. അപ്പോൾ ആ റോഡൊക്കെ അടച്ചു. ഇപ്പോൾ ഈ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ മണൽ വാരൽ നിരോധിച്ചിരിക്കുകയാണ്. എന്നാലും മണൽപ്പുറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ നിരോധനം കാരണം. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഭംഗിയായിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് ആവശ്യത്തിന് മണലേ വാരാവൂ എന്നുള്ളതാണ് നിയമം. പക്ഷേ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് ആവശ്യത്തിലധികം കുഴിച്ചെടുക്കും. ആ കുഴിച്ചെടുക്കലാണ് നമ്മുടെ പമ്പയാറിനെ ദ്രോഹിക്കുന്നത്. നമ്മൾ ആറ് വളരെ പവിത്രമായിട്ട് കരുതേണ്ട പമ്പയാറ് ശബരിമലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. നിങ്ങൾക്ക് കാണാം അകലെ ഈ കുന്നുകളൊക്കെ അങ്ങോട്ട് ചെല്ലുന്തോറും പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ കഥകളി ഗ്രാമം എന്ന സ്ഥലത്തെ സുന്ദരം എന്ന് മാത്രം പറഞ്ഞാൽ അല്പമായി പോവും. അതിസുന്ദരമായ കാഴ്ച ഭംഗികളുള്ള ഈ ഗ്രാമം മൂക്കന്നൂർ എന്നാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളുടെ താമസവും ഇവിടെ അടുത്ത് തന്നെയാണ്. കൊച്ചു വീട് വെച്ച് ഞങ്ങൾ താമസിക്കുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ മുളങ്കൂട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ആറിൻ്റെ തീരത്തെ സ്ഥിരം ഒരു കാഴ്ചയാണ്. കാരണം ഈ മുളങ്കൂട്ടങ്ങൾ ഇവയെ തീരത്തെ സംരക്ഷിച്ചു നിർത്തും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള വൃക്ഷങ്ങൾ തീരത്തുള്ളത് വെട്ടിക്കളയാതെ നശിപ്പിക്കാതെ നമ്മൾ പരിപാലിക്കുക തന്നെ വേണം. അത് തീർച്ചയായും നാട്ടുകാരോട് വിചാരിക്കേണ്ടതാണ്. അപ്പോൾ ഈ എതിർവശത്ത് കാണുന്നത് അക്കരെ എന്ന് പറയുന്നത്, ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അയിരൂർ വില്ലേജിൽ പെട്ടതാണ്. അയിരൂർ കഥകളി ഗ്രാമം വില്ലേജിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അക്കരെ നിങ്ങൾ കാണുന്ന ദൂരെ അക്കരെ കാണുന്ന ആ ഗ്രാമം എന്ന് പറയുന്നത് അധികമില്ല. ഇവിടുന്നൊരു 100-150 മീറ്റർ അകത്തോട്ട് കയറി നിൽക്കുന്നേ ഉള്ളൂ. അത് വെള്ളക്കുറവാണ്, വേണമെങ്കിൽ നടന്നു പോകാം. പക്ഷേ വിശ്വസിക്കാനൊക്കില്ല. ചെറിയ പടുകുഴികളൊക്കെ കാണും. കാരണം ഈ മണൽവാരൽ കാരണം അനധികൃത മണൽവാരൽ എന്ന് തന്നെ പറയണം. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു പാറ, ആ ചെറിയ പാറ അതിനോട് ചേർന്നുണ്ട്. അപ്പം പാറയും മണലും ഒക്കെ ഉള്ള സുന്ദരമായ ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ പമ്പയാറ് എത്ര അതിസുന്ദരിയായിട്ടാണ് ഒഴുകുന്നതെന്ന് നോക്കിക്കേ. വളരെ ശാന്തമായിട്ട്. അതുപോലെ പക്ഷിക്കൂട്ടങ്ങളൊക്കെ രാവിലെ ഇറങ്ങി എല്ലാവരും അവരവരുടെ സ്ഥലം വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ച. അക്കരെ നിങ്ങൾ കാണുന്നത്, അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ചർച്ചാണ്, പള്ളിയാണ്. ഇവിടെ ദൂരതയിൽ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു പാലം കടന്നു പോകുന്നു, ക്രോസ് ചെയ്തു പോകുന്നു. അത് കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം കൊണ്ടെത്തിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന, ക്രോസ് ചെയ്ത് പമ്പയാറ് ക്രോസ് ചെയ്തും ഒക്കെ പോകുന്ന പാലമാണ്. അതുവഴി അങ്ങനെ പണ്ട് എത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പിന്നെ കൃഷി ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും പൈപ്പൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജലസേചന വകുപ്പ് ശുദ്ധീകരിച്ച വെള്ളം തന്നെ, ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം തന്നെ, പമ്പയാറിലെ വെള്ളം തന്നെ എടുത്ത് അത് അവരവരുടെ വാസസ്ഥലങ്ങളിൽ എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് ജൽജീവൻ മിഷൻ എന്ന് പറയും. അതനുസരിച്ച് എല്ലാവർക്കും ടാപ്പ് അവരുടെ വീട്ട് പടിക്കൽ എത്തിച്ചു കൊടുക്കും, ഫ്രീ ആയിട്ട്. അതും നമുക്ക് ഒരു ചിലവുമില്ല, ഫോം ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ മാസം ഉപയോഗം അനുസരിച്ച് നമുക്ക് വെള്ളം, പക്ഷെ വെള്ളം കിട്ടണം. വെള്ളം കിട്ടുക എന്നുള്ളത് അത് സംസ്ഥാന സർക്കാർ നോക്കേണ്ട കാര്യമാണ്. കാരണം ഇത് മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വെള്ളം പമ്പ് ചെയ്ത് കയറ്റി കൊടുക്കണം. ആ പമ്പിങ് ഹൗസ് നല്ലതായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് കിട്ടില്ല. ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് നന്നായിട്ട്. ഈ അടുത്ത സമയത്ത് വരെ അങ്ങനെയാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അങ്ങ് അറ്റം കാണുന്ന ആ കനാല് കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. കോഴഞ്ചേരിക്കടുത്ത് ചെറുകോൽപ്പുഴ. ഈ ചെറുകോൽപ്പുഴയിൽ ഇപ്പോൾ ആധ്യാത്മിക പരിപാടിയായിട്ട് നമ്മുടെ എല്ലാ വർഷവും നടക്കുന്ന 114ാമത് ഹിന്ദുമത കൺവെൻഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് 4ാമത്തെ ദിവസവും മറ്റുമാണ്. അപ്പോൾ അത് 22-ാം തീയതി വരെ കാണും. ഫെബ്രുവരി മരാമൺ കൺവെൻഷന് ശേഷമാണ് ഇവിടെ തുടങ്ങിയതെന്നാണ് അറിയുന്നത്. പലപ്പോഴും പല വർഷങ്ങളിലും മരാമൺ കൺവെൻഷൻ ചിലപ്പോൾ രണ്ടാമതായിരിക്കും. ആദ്യം ഹിന്ദുമത കൺവെൻഷൻ കഴിഞ്ഞ് ആ ആഴ്ച കഴിയുമ്പോൾ മരാമൺ കൺവെൻഷൻ തുടങ്ങും. കാരണം കച്ചവടക്കാർക്കൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേർന്ന് അവർക്ക് സ്റ്റാൾ ഇടാനുള്ള സൗകര്യാർത്ഥം അത് ചെയ്യുന്നതാണ്. ഇത്തവണ അത് കഴിഞ്ഞതിന് ശേഷമാണ്, മരാമൺ കൺവെൻഷന് ശേഷമാണ് ചെറുവപ്പുഴ കൺവെൻഷൻ തുടങ്ങിയിരിക്കുന്നത്. അതോ പിന്നെ ഈ അയിരൂർ കഥകളി ഗ്രാമം എന്ന് പേര് വരാൻ കാരണം, നേരത്തെ അയിരൂർ വില്ലേജ് എന്നറിയപ്പെട്ടിരുന്ന ഈ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അയിരൂർ കഥകളി ഗ്രാമപഞ്ചായത്തായി ഇപ്പോൾ അറിയപ്പെടുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ കഥകളിയുടെ ഒരു ആവേശം പലരിലും ഉണ്ട് ഇവിടെ ഈ ഗ്രാമത്തിൽ. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, ഏകദേശം 36 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ കഥകളി ആസ്വാദകർ ധാരാളം ഉണ്ടായ ഒരു പ്രദേശമാണ്. തിരുവല്ല കഥകളിക്ക് വളരെ ഫേമസ് ആണ്. പ്രശസ്തമായ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വഴിപാടായി കഥകളി നടത്താറുണ്ട്. പിന്നെ ഈ കരയിൽ ചെറുകോൽപ്പുഴയ്ക്കടുത്തുള്ള മണൽത്തിട്ടയിൽ ഈ ഇപ്പോൾ ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ ധാരാളം, അതിനു മുമ്പ് അതായത് ജനുവരി മാസത്തിൽ ഇവിടെ കഥകളി മേള നടന്നു. ജില്ലാ കഥകളി ക്ലബ്ബ് അങ്ങനെ ആസ്വാദകരെല്ലാം കൂടി രൂപീകരിച്ചതാണ്. അതിൻ്റെ പ്രസിഡന്റ് പ്രസാദ് കൈലാത്ത് എന്നറിയപ്പെടും. അദ്ദേഹം വളരെ പഴയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഇപ്പോഴും വളരെ സജീവമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ ജോൺസൺ, ദിലീപ്, അയിരൂർ എന്നിവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇപ്പോഴത്തെ അയിരൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അജയ് ഗോപിനാഥ്, അദ്ദേഹവും ഇതിൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇങ്ങനെ എല്ലാവരും, അത് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ, പഴയ ആൾക്കാരാണ് ഞാൻ ആദ്യം പറഞ്ഞ പേരുകളൊക്കെ. അപ്പോൾ അവിടെ ഈ കഥകളി ഗ്രാമത്തിൽ കഥകളി അരങ്ങേറ്റം എല്ലാ വർഷവും എല്ലാ പ്രശസ്തരായ കലാകാരന്മാർ ഇവിടെ അടുത്ത കാഞ്ഞിറ്റുകരയിൽ നിന്ന് തന്നെ ഉള്ള കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വിഷ്ണുമോൻ എന്ന് പറയുന്ന പ്രശസ്ത കഥാപാത്രങ്ങളെയൊക്കെ പുരാണങ്ങളിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പിന്നെ കലാമണ്ഡലം ഉല്ലാസ് ഇവിടെ കാഞ്ഞിറ്റുകര അയിരൂർ ഉള്ള കലാകാരൻ തന്നെയാണ്. അങ്ങനെ ധാരാളം ഇവിടെ കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലത്തിൻ്റെ മാതൃകയിൽ ഇവിടെ സ്ഥലമെടുത്ത് വെച്ചിട്ടുണ്ട് എന്നറിയുന്നു ഈ കഥകളി ക്ലബിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ സ്ഥലത്ത് ഇനി കൂത്തമ്പലം മോഡലിൽ പരിപാടികളൊക്കെ, കഥകളിയൊക്കെ പരിശീലിപ്പിക്കുവാനായിട്ട് തുടങ്ങും എന്നറിയുന്നു. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ചെണ്ടാമദ്ദളം ഒക്കെ അവിടെ ഒരു ഓഫീസ് ചെറുകോൽപ്പുഴ ജംഗ്ഷനിൽ അവർക്കുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചത് ഈ പമ്പയാറിൻ്റെ ഈ സുന്ദരമായ പ്രദേശത്ത് വന്നതുകൊണ്ടാണ്. പിന്നെ നമുക്കറിയാം, ആടുജീവിതം എന്ന സിനിമ ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം ഈ അപ്പുറത്ത് കാണിച്ച ആ കനാലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. വളരെ മനോഹരമായിട്ടത് രംഗങ്ങൾ ചിത്രീകരിച്ചു ആദ്യ പകുതി. അപ്പോൾ എന്തായാലും ഈ ഗ്രാമത്തിൽ ഇനിയും ഉണർവോടുകൂടി നാട്ടുകാരും കലാകാരന്മാരും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ചെറിയ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇതിനടുത്ത് മൂക്കന്നൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, ഞങ്ങളുടെ ദേശദേവനാണ്. അത് തിരുവുത്സവം അവിടുത്തെ നടന്നു കഴിഞ്ഞു. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവവും കഴിഞ്ഞു. അപ്പോൾ അപ്പുറം ഒരുപക്ഷെ ആ വശത്ത് മൈക്ക് കേൾക്കുന്നത് കാട്ടൂർ അമ്പലത്തിൽ നിന്നാണെന്നറിയുന്നു. അത് അക്കരെയാണ്, ചെറുകോൽ പഞ്ചായത്തിൽപ്പെട്ടതാണ് അക്കരെ പ്രദേശങ്ങളൊക്കെ. ഇത് ഇക്കരെ പ്രദേശങ്ങളൊക്കെ ചെറുകോൽപ്പുഴ അയിരൂർ കഥകളി ഗ്രാമം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രവും സാന്നിധ്യം കൊണ്ടും ഇത് വളരെ പ്രസിദ്ധമാണ്. ഈ സ്ഥലം ശബരിമലയിലേക്ക് പോകുന്ന തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന പാത തന്നെയാണ് ഈ പ്രദേശം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി പോകുന്ന ടാർ ചെയ്ത റോഡിലൂടെ, ആ കനാലിലൂടെ കടന്നു വന്ന അക്കരെ നിന്ന് കോഴഞ്ചേരിയിൽ നിന്ന് ഈ ടാർ ചെയ്ത റോഡിലേക്ക് കടന്ന് ആ കാട്ടുപാതകളിലൂടെ അങ്ങനെ ശബരിമലയിലേക്ക് ഘോഷയാത്ര രാജപ്രകൃതിയോടൊപ്പം പോകുന്ന കാഴ്ച വളരെ വളരെ ഭക്തി നിർഭരവും മനോഹരവുമാണ്. അത് ഈ വർഷത്തെ ആണ്ടത്തെ കഴിഞ്ഞു. അത് വളരെ ആവശ്യത്തോടെ എല്ലാവരും, ധാരാളം ഭക്തജനങ്ങളെത്തുന്ന ഇവിടെ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വെളുക്കുവോളം വെച്ച് അത് ദർശനത്തിന് വെച്ചതിന് ശേഷം ആണ് കൊണ്ടുപോകുന്നത് ശബരിമലയ്ക്ക്. അതിപ്പോൾ എന്തായാലും തിരിച്ച് പന്തളം രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. ഈ വർഷത്തെ എല്ലാ പരിപാടികളും മണ്ഡല മകരവിളക്ക് കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും വളരെ മരാമൺ കൺവെൻഷനിനടുത്ത് തന്നെ കോഴഞ്ചേരി, അതും പേരെടുത്ത് പറയണമല്ലോ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. എല്ലാ ആധ്യാത്മിക
പരിപാടികളും നടക്കുന്ന ഒരു മനോഹരമായ പ്രദേശം. പിന്നെ ഈ പ്രദേശങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വരുന്നവർ ഇങ്ങനെ കവറുകളും ചവറുകളും കുപ്പികളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട് വെള്ളം കുടിച്ചിട്ട്. അത് ആരാണെന്ന് നമുക്കറിയില്ല, എങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സ്വയം തീരുമാനിച്ച് ജനങ്ങൾ തന്നെ ഇതിനൊക്കെ പരിഹാരം കണ്ടില്ലെങ്കിൽ നാളെ നമ്മളുടെ വനസമ്പത്തും ജലസമ്പത്തും ഒക്കെ നശിച്ചു പോവുക തന്നെ ചെയ്യും എന്ന ഒരു ദുഃഖകരമായ സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടു, ഇത് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചാലും ഇത് പെറുക്കിയെടുക്കുമ്പോൾ തന്നെ ഇത്ര നമ്മളൊരു ചാക്കുമായി വന്ന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇനി അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ല, ഇവിടെ പഞ്ചായത്താണ്, അയിരൂർ ഗ്രാമപഞ്ചായത്തിലെ ഇവിടെ നമ്മുടെ ഓരോ മാസവും അവർ സ്ത്രീജനങ്ങളാണ് അതിൽ ജോലി ചെയ്യുന്നത്. അവർ വന്ന് ഈ ഇതൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ ഇവിടെ നിക്ഷേപിക്കാതെ അവരുടെ വീടുകളിൽ വെച്ചിട്ട് അവർ വരുമ്പോൾ അത് എടുത്തു കൊടുക്കുകയായിരിക്കും ഉചിതമായ കാര്യം. ഇതുകൊണ്ട് കവറോടുകൂടി ഇവിടെ കൊണ്ട് വച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇതിലെല്ലാം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇങ്ങനെ ജനങ്ങൾ നമ്മൾ ഭക്തിയും യുക്തിയും ഒന്നിച്ചു കൂട്ടി ജനങ്ങൾ തീരുമാനിച്ചു ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. വീണ്ടും കാണാം. വൈകുന്നേരം ഞാൻ ജയപ്രകാശ്, മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.